2006 സെപ്റ്റംബർ 8 ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾ വിശുദ്ധ റമദാനെ വരവേൽക്കുവാനുള്ള ഒരുക്കത്തിലാണ്. അതിനുമപ്പുറം ബറാഅത്ത് രാവും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വന്ന ദിവസം കൂടിയായതിനാൽ പള്ളികളിൽ പതിവിലും തിരക്കുള്ള ദിവസമായിരുന്നു അന്ന്. മഹാരാഷ്ട്രയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മലേഗാവിൽ വിശ്വാസികൾ ജുമാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സമയം 1:15. കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ ഉഗ്രശബ്ദത്തോടെ ഒരു സ്ഫോടനം. പൊടി കലർന്ന കറുത്തിരുണ്ട പുകച്ചിലുകൾക്കിടയിൽ കൂട്ട നിലവിളി ഉയരുന്നതിനിടെ അടുത്ത പൊട്ടിത്തെറി. മിനിറ്റുകളുടെ ഇടവേള. പുകച്ചുരുളുകൾ നീങ്ങിത്തുടങ്ങിയതോടെ മലേഗാവ് മസ്ജിദിന് മുന്നിലുള്ള കാഴ്ചകൾ പ്രകടമായി തുടങ്ങി. ആംബുലൻസിൻ്റെയും പോലീസ് വാഹനങ്ങളുടെയും സൈറണുകൾ, പരക്കെ മൃതദേഹങ്ങൾ, കൈക്കാലുകൾ വേർപെട്ട നിലയിൽ, പാതി മരിച്ചവർ വേറെയും. മരണം സ്ഥിരീകരിച്ചത് 40 എണ്ണം, പരിക്കേറ്റവർ 125. ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങളുടെ പട്ടികയിൽ 1-ാം മലേഗാവ് സ്ഫോടനം എന്ന ഈ സംഭവം അറിയപ്പെടുന്നു. രാജ്യത്തിൻ്റെ പിന്നീടുള്ള രാഷ്ട്രീയ അന്തരീക്ഷം മാറുന്നതിനുൾപ്പെടെ കാരണമായ വലിയ പ്രത്യാഘാതങ്ങളും നാടകീയതകളും ഉണ്ടായ ആ കേസിനെ കുറിച്ചാണ് പറയുന്നത്. സംഭവം നടന്ന ദിവസം തന്നെ സ്ഫോടനത്തിന് പിന്നിൽ നിരോധിത സംഘടനയായിരുന്ന സിമിക്കെതിരെയാണ് സർക്കാർ ആരോപണം ഉന്നയിച്ചത്. മുസ്ലിം നേതാക്കൾ ആക്രമണത്തെ തള്ളിപ്പറഞ്ഞു, സമാധാനത്തിന് ആഹ്വാനം ചെയ്തു. സ്കൂട്ടറിൽ ഘടിപ്പിച്ച ബോംബാണ് സ്ഫോടനത്തിന് ഉപയോഗിച്ചത് എന്ന് പിന്നീട് കണ്ടെത്തി. ഇതിന്മേലുള്ള അന്വേഷണം നടക്കുന്നതിനിടെ നൂറുൽ ഹുദ എന്ന മുൻ സിമി പ്രവർത്തകൻ അറസ്റ്റിലാകുന്നു. കൂടാതെ ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ-എ തൊയ്ബക്ക് പങ്കുണ്ടെന്നും ലഷ്കർ നേതാവായ ഷാബിർ എന്നയാളാണ് ആക്രമണത്തിന്റെ സൂത്രധാരനെന്നും മുംബൈ DGP വ്യക്തമാക്കുന്നു. കൂടാതെ 4-5 മുസ്ലിം യുവാക്കളെ കൂടി അറസ്റ്റ് ചെയ്യുന്നു. ലഷ്കർ, ജയ്ഷെ, ഹർക്കത്തുൽ ജിഹാദി തുടങ്ങിയ ഭീകര ഗ്രൂപ്പുകളുടെ പേരുകളും അധികൃതർ എടുത്തു പറഞ്ഞു. സ്ഫോടനം നടന്ന സ്ഥലത്തുണ്ടായിരുന്ന സ്കൂട്ടറിനെ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് ആദ്യ ട്വിസ്റ്റ് നടക്കുന്നത്. രാജ്യത്തെ ഹിന്ദുത്വ ഭീകരാക്രമണ ശൃംഖലയിലേക്കുള്ള ലൂപ്പ് ഹോളായിരുന്നു അത്. അതിൻ്റെ ഒരറ്റത്താകട്ടെ BJPയുടെ MP ആയ പ്രഗ്യാ സിംഗ് താക്കൂറാണ്. സംഘപരിവാർ പ്രതിസ്ഥാനത്ത് നിന്ന നന്ദേഡിൽ അതേ വർഷം ഏപ്രിലിൽ നടന്ന സ്ഫോടനത്തിന് ഉപയോഗിച്ചതും സ്കൂട്ടറായിരുന്നു. ഇക്കാരണത്താലാണ് മലേഗാവിൽ കണ്ടെത്തിയ സ്കൂട്ടറുകളിലേക്കുള്ള അന്വേഷണം ഹിന്ദുത്വ തീവ്രവാദികളിലേക്കും പിന്നീട് പ്രഗ്യാ സിംഗിലേക്കും എത്തുന്നത്. ഏതാണ്ട് കേസ് ഹിന്ദുത്വ ഗ്രൂപ്പുകളിലേക്ക് തിരിയുന്നതിനിടെ 2008 സെപ്റ്റംബർ 29 മലേഗാവിൽ വീണ്ടും സ്ഫോടനങ്ങൾ, അതും സ്കൂട്ടർ ബോംബ് തന്നെ. വിശുദ്ധ റമദാനിലെ അവസാന രാത്രികളിലായിരുന്നു ആ സ്ഫോടനം. ആളുകൾ പെരുന്നാൾ വിപണിയുടെ തിരക്കിൽപ്പെട്ട് ഒഴുകി നടക്കുമ്പോഴായിരുന്നു മരണം തേടിയെത്തുന്നത്. 4 പേർ മരിച്ചു, 100ഓളം പേർക്ക് വീണ്ടും പരിക്ക്. അതിന് പിന്നിലും സിമിയാണെന്ന് മഹാരാഷ്ട്ര പോലീസ് ആദ്യമേ അങ്ങ് പറഞ്ഞു. ഏതാനും താടി വെച്ച മുസ്ലിം ചെറുപ്പക്കാരെയും അറസ്റ്റ് ചെയ്തു മഹാരാഷ്ട്ര പോലീസ്. കേസ് അന്വേഷണം മഹാരാഷ്ട്ര ATS പിന്നീട് ഏറ്റെടുക്കുകയാണ്. ആക്രമണങ്ങൾക്ക് പിന്നിലെ ഹിന്ദുത്വ ഗ്രൂപ്പുകളുടെ പങ്ക് വ്യക്തമാക്കി അടുത്ത വർഷം ജനുവരിയിൽ ATS കുറ്റപത്രം സമർപ്പിച്ചു. ഹേമന്ത് കർക്കറെ എന്ന നിർഭയനും സത്യസന്ധനുമായ ഉദ്യോഗസ്ഥനായിരുന്നു ATSന്റെ അന്നത്തെ മേധാവി. അത്യന്തം രാഷ്ട്രീയ പ്രാധാന്യവും അതിവൈകാരിക ഘടകങ്ങളും എമ്പാടുമുള്ള കേസ് സത്യസന്ധമായി അന്വേഷിക്കണമെന്ന് കർക്കറയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. 2 വർഷത്തെ കാലയളവിനുള്ളിലുണ്ടായ ഹൈദരാബാദിലെ മക്ക മസ്ജിദ്, മൊദാസ, അജ്മീർ ദർഗ, പാകിസ്ഥാനിലേക്ക് സർവീസ് നടത്തുകയായിരുന്ന തംജോദ എക്സ്പ്രസ് എന്നിവിടങ്ങളിലുണ്ടായ സ്ഫോടനങ്ങൾക്ക് പിന്നിലും ഈ ഗ്രൂപ്പുകൾക്ക് പങ്കുണ്ടെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകളും പിന്നീട് ATS നടത്തുന്നുണ്ട്. സ്ഫോടനത്തിന് ഉപയോഗിച്ച സ്കൂട്ടർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് നാസിക്കിലെ സന്യാസിനിയായിരുന്ന പ്രഗ്യാ സിംഗിലേക്ക് എത്തുന്നത്. അന്വേഷണത്തിൽ ഹിന്ദുത്വ സംഘങ്ങളിലേക്കും ആത്മീയതയുടെ മറവിൽ മതവൈര്യം പരത്തുന്നവരെയും കുറിച്ചുള്ള വിവരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു കൊണ്ടുവരുന്നതിനിടെ മനസ്സിൽ ദൈവത്തിൻ്റെ സ്ഥാനം നൽകിയ വ്യക്തികൾ മറ്റു മതവിഭാഗങ്ങളെ ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണങ്ങളുടെ വിശദാംശങ്ങൾ അറിഞ്ഞ് കരഞ്ഞു എന്ന് ഹേമന്ത് കർക്കറെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ സമയത്താണ് 2008 മുംബൈ ഭീകരാക്രമണം, വൺ ഓഫ് ദ വേഴ്സ്റ്റ് ടെറിട്ടറിസ്റ്റ് അറ്റാക്ക് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ആക്രമണത്തിനിടെ ഹേമന്ത് കർക്കറെ കൊല്ലപ്പെടുകയാണ്. രാജ്യത്തെ ഭീകരാക്രമണങ്ങളിൽ ഹിന്ദുത്വ സംഘങ്ങളുടെ പങ്ക് പുറത്തു കൊണ്ടുവന്ന കർക്കറയുടെ കൊലപാതകത്തെക്കുറിച്ചുള്ള മഹാരാഷ്ട്ര മുൻ IG SM മുഷരിഫ് എഴുതിയ ഹൂ കിൽഡ് ഖാക്കറെ എന്ന പുസ്തകം നമ്മുടെ മനസ്സിലേക്ക് പല വിധത്തിലുള്ള സന്ദേഹം കൊണ്ടുവരുന്ന മികച്ചൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ബെസ്റ്റ് സെല്ലറായിരുന്നു. കേന്ദ്രത്തിൽ UP ഭരിക്കുന്ന കാലമായിരുന്നു അത്.
കർക്കറെ കൊല്ലപ്പെട്ടെങ്കിലും അന്വേഷണത്തെ തുടക്കത്തിൽ കാര്യമായി ബാധിച്ചില്ല. തുടർന്ന് രാജസ്ഥാൻ ATSന്റെ വലയിൽ കുടുങ്ങിയത് മറ്റൊരു വൻ സ്രാവ്. യെസ്, സ്വാമി അസീമാനന്ദ അറസ്റ്റഡ്. ചംചോദ എക്സ്പ്രസ്, മാലേഗാവ്, ഹൈദരാബാദ്, മക്ക മസ്ജിദ്, അജ്മീർ ദർഗാ സ്ഫോടനങ്ങളിൽ തനിക്കും സംഘപരിവാർ പ്രവർത്തകർക്കും നേരിട്ട് പങ്കുണ്ടെന്ന് അസീമാനന്ദ 2010 ഡിസംബറിൽ തീസ് ഹസാരി കോടതിക്ക് മുമ്പാകെ മൊഴി നൽകി. ഭീകരാക്രമണ കേസുകളിൽ തൊപ്പിയും താടിയുമുള്ളവർ മാത്രം അറസ്റ്റിലാകുന്ന പതിവ് രീതിക്ക് വിരുദ്ധമായി നടക്കുന്ന കാര്യങ്ങൾ ഞെട്ടലോടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ത്യ. പോലീസിന്റെ ഇടപെടലില്ലാതെ 2 ദിവസം ആലോചിച്ച് സ്വന്തം കൈപ്പടയിലാണ് അസീമാനന്ദ കുറ്റസമ്മതമൊഴി എഴുതി നൽകുന്നത്. തീവ്രവാദ കേസിൽ തെറ്റായി തടവിലാക്കപ്പെട്ട കലീം എന്ന മുസ്ലിം യുവാവുമായുള്ള ജയിലിലെ സഹവാസമാണ് സത്യം തുറന്നു പറയാൻ പ്രേരണ എന്നും തനിക്ക് മേൽ മറ്റൊരു സമ്മർദ്ദവും ഉണ്ടായിരുന്നില്ല എന്നും മൊഴിയിൽ അസീമാനന്ദ എടുത്തു പറയുന്നു. ഇത് മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയതിനു ശേഷം RSS അഭിഭാഷക സംഘടനയായ അഖില ഭാരതീയ അധിവക്ത പരിഷത്ത് രംഗത്തെത്തി അസീമാനന്ദയുടെ വക്കാലത്ത് ഏറ്റെടുത്തതോടെ ചിത്രം വീണ്ടും മാറുകയാണ്. മൊഴികളെല്ലാം ഭീഷണിപ്പെടുത്തി എഴുതിച്ചതാണെന്ന് മാറ്റി പറഞ്ഞതോടെ അയാളെ കോടതി കുറ്റവിമുക്തനാക്കുന്നുണ്ട്. പ്രഗ്യാ സിംഗ് അറസ്റ്റിലായി 5 ദിവസത്തിനു ശേഷം മിലിറ്ററി ഇന്റലിജൻസിൽ പ്രവർത്തിച്ചിരുന്ന മേജർ രമേശ് ഉപാധ്യായ പിടിയിലാകുന്നുണ്ട്. തൊട്ടു പിന്നാലെ സൈന്യത്തിൽ കേണൽ റാങ്കിലുള്ള ശ്രീകാന്ത് പുരോഹിതും അറസ്റ്റിലായി. സൈന്യത്തിൽ നിന്ന് പുരോഹിത് കടത്തിക്കൊണ്ടുവന്ന RDX ആണ് സ്ഫോടനത്തിന് ഉപയോഗിച്ചത് എന്ന് പിന്നീട് കണ്ടെത്തുന്നുണ്ട്. മിലിറ്ററി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനായ താൻ ജോലിയുടെ ഭാഗമായാണ് രഹസ്യയോഗങ്ങളിൽ പങ്കെടുത്തതെന്ന പുരോഹിതിന്റെ ആദ്യ മൊഴി ATSനെ ആശയക്കുഴപ്പത്തിലാക്കി. എന്നാൽ ദയാനന്ദ് പാണ്ഡെ അറസ്റ്റിലായതോടെ പുരോഹിത് കുടുങ്ങി. സൈന്യത്തിലെ ഉന്നതരുടെ സഹായത്തോടെ ഇന്ത്യയിൽ സായുധ വിപ്ലവം നടത്തി ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാനുള്ള പദ്ധതിയായിരുന്നു പുരോഹിതും സംഘവും തയ്യാറാക്കിയിരുന്നത് എന്ന് മുംബൈ കോടതിയിൽ ATS സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. പുരോഹിതിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ദയാനന്ദ് പാണ്ഡെയെ അറസ്റ്റ് ചെയ്യുന്നത്. ദയാനന്ദ് പാണ്ഡെയുടെ ലാപ്ടോപ്പ് തെളിവുകളുടെ അക്ഷയ ഖനിയായിരുന്നു. അതിലെ ഉള്ളടക്കവും രാജ്യം ഞെട്ടലോടെ കേട്ടു. വർഷങ്ങൾ കഴിഞ്ഞു. മലേഗാവും മക്ക മസ്ജിദും സംഝോദയും അജ്മീറും ഇന്ന് വിസ്മൃതിയിലാണ്. വാർത്താ തലക്കെട്ടുകളിൽ ഇപ്പോൾ അവ കാണില്ല. എന്നാൽ ഇതേ കാലത്ത് ഒരാളുടെ മരണത്തിനിടയാക്കിയ ബാംഗ്ലൂരു സ്ഫോടന കേസ് വലിയ വാർത്തയായി. അതിലെ പ്രധാന പ്രതി അല്ലെങ്കിലും ആരോപണ വിധേയനായ അബ്ദുൽ നാസർ മദനിക്ക് ഏറെ കാലത്തിന് ശേഷമാണ് പൂർണ്ണമായ ജാമ്യം പോലും കിട്ടി അദ്ദേഹത്തിന് വീട്ടിലെത്താനായത്. പക്ഷേ നിരവധി പേർ മരിച്ച ഭീകരാക്രമണ കേസുകളിൽ ആരോപണ വിധേയനായ പ്രഗ്യാ സിംഗ് ഇന്ന് MP ആണ്. രാജ്യത്തിൻ്റെ ഉന്നത നിയമനിർമ്മാണ സഭയുടെ ഭാഗമാണ്. ഒടുവിൽ കോടതി വിധി ഇന്ന് വരുമ്പോൾ ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്ന് പറഞ്ഞ് കോടതി ഇവരെ വെറുതെ വിടുകയാണ്. അന്വേഷണ ഏജൻസി പരാജയമാണെന്നും കോടതി ഇവിടെ നിരീക്ഷിച്ചത് പ്രത്യേകം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ ഒറ്റ പരാമർശം മാത്രം മതി കുറ്റവാളികളുടെ രക്ഷപ്പെടലിന് പിന്നിലെ വർത്തമാനകാല രാഷ്ട്രീയം എന്താണെന്നും എങ്ങനെ കുറ്റവാളികൾ രക്ഷപ്പെട്ടു എന്നും മനസ്സിലാക്കാൻ. മനേഗാവിൽ ജീവഹാനി സംഭവിച്ച പാവപ്പെട്ട മനുഷ്യർക്ക് നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു.